ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആൾജിബ്രയാണ്. അപ്പോൾ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് മാത്തമാറ്റിക്സിൽ വലിയ വലിയ സ്റ്റെപ്പുകൾ എഴുതുന്നത് ഒഴിവാക്കാനായിട്ട്, അവയെ കുറിക്കാനായിട്ട് നമ്മൾ ചെറിയ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, മറ്റ് കോൺസ്റ്റന്റ് ലെറ്റേഴ്സ് അതൊക്കെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫീൽഡാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഓൾജിബ്രയിൽ മെയിൻലി നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും എഴുതില്ല. വലിയ വലിയ കാര്യങ്ങൾ അവർ ചെറിയ ചെറിയ ലെറ്റേഴ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ 6 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ റിലേഷനെ എനിക്ക് എങ്ങനെയെല്ലാം എഴുതാം എന്നാണ് നോക്കാം. ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഒരു എയ്തൻ എന്നാണ്. അപ്പോൾ എയ്തൻ +6 എൻ്റെ ഏജ് ആകും, ആൽഡ്രിൻ എന്നുള്ള ഏജ് ആകും. അതുപോലെ എൻ്റെ ഏജിൽ നിന്ന്, ആൽഡ്രിനിൽ നിന്ന് 6 കുറച്ചാൽ എയ്തനാകും, എയ്തൻ്റെ ഏജ് ആകും. എൻ്റെയും അനിയത്തിയുടെയും ഏജ് കുറച്ചാൽ 6 കിട്ടും. അങ്ങനെ 3 തരത്തിൽ ഈ റിലേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഓൾജിബ്ര വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എയ്തന് ഞാൻ പി എന്ന് കൊടുത്തു, എൻ്റെ പേരിന് ഞാൻ എ എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ എയ്തൻ എന്നുള്ളിടത്തല്ല എനിക്ക് ഇനി എന്തിട്ടാൽ മതി, പി എന്നിട്ടാൽ മതി. എയ്തൻ എന്ന വലിയ ഇത് എഴുതുന്നതിലും പകരം എനിക്ക് ഒറ്റ പി എന്നുള്ള നമ്പർ കൊണ്ട് കുറയ്ക്കാം. അപ്പോൾ എനിക്ക് എഴുതാം P + 6 = A, A - 6 = P, A - P = 6. ഇങ്ങനെ ഷോർട്ട് ആൻഡ് ആയി എഴുതുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത്രയും വലിയ സ്ഥലത്ത് എഴുതേണ്ട ഒരു സാധനത്തിനെയാണ് ഞാൻ ഇത്രയും ഷോർട്ടാക്കി ഒരു സ്ഥലത്തേക്ക് എഴുതിയിരിക്കുന്നത്. അതാണ് ഓൾജിബ്രയുടെ അഡ്വാൻറ്റേജും. വലിയ വലിയ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സിന് ചെറുതായി എഴുതുന്നു എന്നുള്ളതാണ് ഓൾജിബ്രയുടെ മിടുക്ക്. വേറൊരു റിലേഷൻ നോക്കാം. ഇപ്പോൾ ഒരു സ്ക്വയർ എടുത്തു, അതിൻ്റെ സൈഡ് 1 ആണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ആണ്. സൈഡ് 2 ആണെങ്കിൽ 8 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം പെരിമീറ്റർ = 4 ടൈംസ് സൈഡ്. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നീണ്ടൊരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ ചെറുതാക്കി എഴുതാം? പെരിമീറ്ററിന് P എന്ന് കൊടുക്കാം, സൈഡിന് S എന്നും കൊടുക്കാം. അപ്പോൾ P = 4 × S. ഒരു നമ്പറും ഒരു വേരിയബിൾ, മീൻസ് S എന്നുള്ളൊരു വേരിയബിൾ എടുത്തു. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻസായി നമുക്ക് ഒഴിവാക്കിയിട്ട് 4S എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൻ്റെ റിലേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് P/S = 4 എന്നുള്ളൊരു ഇതും കിട്ടും. അങ്ങനെ നമുക്ക് പല തരത്തിൽ റിലേഷൻസ് എഴുതാം. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സും ഓൾജിബ്രയിൽ ലെറ്റേഴ്സ് അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് എഴുതുന്നതിനാണ് ബേസിക്കലി ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് അത് ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാവാനാണ്. നമ്മൾക്ക് വലിയ വലിയ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് കൂടുതൽ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ ചെറുതാക്കി എഴുതുന്നതിനാണ് നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇത് നോക്കാം. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. 6 + 7 = 13. ഓക്കെ, അപ്പോൾ 6ന് ഞാൻ X എന്ന് കൊടുത്തു. അപ്പോൾ 7 അത് വെച്ച് നോക്കുമ്പോൾ X + 1 ആണ്. ഓക്കെ, അപ്പോൾ X + 1 എന്ന് പറയുമ്പോൾ 2Xഉം ഒരു 1ഉം. ഓക്കെ, അതായത് 2 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടുമ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ ഇരട്ടി എടുത്ത ശേഷം 1 കൂട്ടിയാൽ മതി എന്നാണ് ഈ ഒരു ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് റിലേഷൻസ് എഴുതാം. ഇനി ഒരു ഡെൻസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് മാസ് ബൈ വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റിനെ D എന്നും മാസിനെ M എന്നും വോളിയത്തെ V എന്നും പറഞ്ഞാൽ ഡെൻസിറ്റി = M/V. ഓക്കെ, അങ്ങനെ നമുക്ക് അങ്ങനെ ഓൾജിബ്രയിൽ അത് എഴുതാവുന്നതാണ്. കുറേ ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. മാത്സിൽ മാത്രമല്ല, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമുക്ക് ഇതുപോലെ ഇക്വേഷൻസ് എഴുതാൻ പറ്റും. വേറൊരു ഇക്വേഷൻ നോക്കാം. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, നമ്മൾ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് മൊത്തം ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ഇത്ര കൺസ്യൂമിങ് ആയിരിക്കും സ്പേസ്. പക്ഷെ ഇവിടെ എന്താണ്, ചെറിയൊരു കാര്യത്തിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ, അതാണ് ഓൾജിബ്ര. അപ്പോൾ അതൊക്കെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഓൾജിബ്രയാണ് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഓൾജിബ്രയുടെ റൂൾസ് ഉണ്ട്.
7ാം ക്ലാസ്സുകാർക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, ഒരു 4-5 റൂൾസ് ആയിട്ടുണ്ട്. പക്ഷെ അത് വളരെ സിമ്പിളാണ്. ബേസിക്കലി നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, അതിനൊരു ഓൾജിബ്രിക് റൂളായി പറയുന്നു എന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 4 മിഠായി ഉണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരെണ്ണം തന്നു, എൻ്റെ അച്ഛൻ എനിക്ക് 5 എണ്ണവും തന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമാണ്? 10 എണ്ണം എനിക്ക് മിഠായി ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടിയിട്ട് അച്ഛൻ്റെ കൂട്ടിയാലും അച്ഛൻ്റെ കൂട്ടിയിട്ട് ഫ്രണ്ടിൻ്റെ കൂട്ടിയാലും ഒക്കെ സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അവിടെ കൂട്ടുന്ന ഓർഡർ പ്രശ്നമില്ല, മനസ്സിലാക്കും. അതായത് 4+1+5 ചെയ്യണമെങ്കിൽ ചെയ്യാം, 4+5+1 ചെയ്യണമെങ്കിൽ ചെയ്യാം, 5+4+1 ചെയ്യണമെങ്കിൽ ചെയ്യാം, 5+1+4 ചെയ്യണമെങ്കിൽ ചെയ്യാം, 1+4+5 ചെയ്യണമെങ്കിൽ ചെയ്യാം, 1+5+4 ചെയ്യണമെങ്കിൽ ചെയ്യാം. പ്ലസ് ചെയ്യുമ്പോൾ ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. ഓക്കെ, അതാണ് ഈ റൂള് വരുന്നത്. അപ്പോൾ ആദ്യത്തിന് നമുക്ക് എക്സ് വൈ സെഡ് എന്നിട്ടു x+y+z നമുക്ക് ഏത് തരത്തിലും കൂട്ടാം. ഈക്വൽ ടു ഇപ്പം x+y+z, എക്സും വൈയും ആദ്യം കൂട്ടിയിട്ട് z കൂട്ടുന്നതും എക്സ് കൂട്ടി വൈയും സെഡും കൂടി കൂട്ടുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് അഡീഷനിൽ ഓർഡർ പ്രശ്നമില്ല, എങ്ങനെയും കൂട്ടാം, റിസൾട്ട് സെയിം ആയിരിക്കും. അതേസമയം സബ്ട്രാക്ഷനിലേക്ക് വരുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് പ്രശ്നം പറ്റും. ഓക്കെ, അത് നോക്കാം. ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ വാങ്ങി, എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപ വാങ്ങി. ഓക്കെ, അപ്പോൾ അച്ഛനും അമ്മയും കൂടി വാങ്ങിയതാണ് ഇവിടെ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ 10 - 5+2, അതായത് എൻ്റെ കയ്യിൽ നിന്ന് 7 രൂപ നഷ്ടം വന്നു. അച്ഛനെടുത്തു, അമ്മ മേടിച്ചു. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പറയുക എത്രയാണ് 3 രൂപ ബാക്കി വന്നു എന്ന് പറയും. നമ്മൾ ഓരോന്ന് കുറയ്ക്കാനായിട്ട് അവിടെ നിൽക്കില്ല, രണ്ടുപേരും കൂടി മേടിച്ചത് കുറച്ചത് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ റൂൾ എങ്ങനെ പറയാം? x - y - z ഈക്വൽ ടു x - y+z. ഓക്കെ, ഇതാണ് വേറൊരു റൂള്. അപ്പം ഇങ്ങനത്തെ കുറച്ച് റൂൾസാണ് നമ്മൾക്ക് ഇനി ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇതിലിനി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ പറ്റി പറഞ്ഞിരുന്നു. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം, 4, 7, 10. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി 2 ഓൾട്ടർനേറ്റ് നമ്പർ കൂട്ടുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് 2 ടൈംസ് മിഡിൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓൾജിബ്ര വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അതൊക്കെ ഇനി അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, നമുക്ക് ഓൾജിബ്രനെ കുറിച്ച് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, അവിടെയൊക്കെ പ്രൂവ് ചെയ്യാൻ ആവശ്യം വരും. എന്നാലും ഇതൊക്കെ പൊതുവായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന് ഫസ്റ്റത്തെ നമ്പർ എക്സ് ആണെങ്കിൽ എക്സിനോട് 3 കൂട്ടുന്നതാണ് നെക്സ്റ്റ് നമ്പർ, എക്സിനോട് 6 കൂട്ടുന്നതാണ് സെക്കൻഡ് നമ്പർ. അപ്പോൾ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് കൂട്ടുക. അപ്പോൾ 2x-ഉം 6-ഉം അതെന്ന് പറയുന്നത് 2 ടൈംസ് മിഡിൽ നമ്പർ ആയിരിക്കും. ഓക്കെ, കറക്റ്റാണ്. 2 × x 2x, 3 × 2 6. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓൾജിബ്ര വെച്ചത് പ്രൂവ് ചെയ്യാം. നമ്മൾ നമ്പേഴ്സിൽ അരിത്തമെറ്റിക് വെച്ച് പറഞ്ഞത് ഓൾജിബ്ര വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഓൾജിബ്രയ്ക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട്, ചെറുതാക്കി എഴുതാൻ മാത്രമല്ല മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സിനെ പ്രൂവ് ചെയ്യാനും കൂടി ഓൾജിബ്ര എന്നൊരു ഫീൽഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു സംഭവം പരിഗണിക്കാം. 2 നമ്പേഴ്സിൻ്റെ സമ്മ് 10-ഉം അവരുടെ ഡിഫറൻസ് 2 ആണ്. ആ നമ്പേഴ്സ് ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആ 2 നമ്പേഴ്സ് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എക്സ് വൈ എടുക്കാം. x + y = 10, x - y = 2. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും കൂടി കൂട്ടുന്നു. അപ്പോൾ എങ്ങനെ വരും? x + y + x - y. എക്സും വൈയും കൂട്ടി അതിനോട് ഒരു എക്സ് കൂട്ടി, അപ്പോൾ 2x-ഉം 1 y-യും. അതിൽ നിന്ന് 1 y കളഞ്ഞാൽ 2x ബാക്കി = 12. അപ്പോൾ 2x = 12, x = 12/2, 6. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ 6 ആണെങ്കിൽ അടുത്ത നമ്പർ 4. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി അതുപോലെ നമുക്ക് തിരിച്ചും ചെയ്യാം. ഇത് കുറയ്ക്കാൻ വേണമെങ്കിൽ x + y 10 ആണ്, x - y 2 ആണെന്നിരിക്കട്ടെ, അത് കുറയ്ക്കാം. അപ്പോൾ x + y - x - y. ഓക്കെ, അപ്പോൾ ഇവിടെ 8 കിട്ടും. അപ്പോൾ ഇവിടെ 2x ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ 2y ആണ് കിട്ടുക. അപ്പോൾ 2y വന്നിട്ട് 8 ആണ്. അപ്പോൾ y എന്ന് പറയുമ്പോൾ 8/2, 4. ഓക്കെ, നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാവുന്നതാണ്. അങ്ങനെ നമുക്കൊരു പ്രോബ്ലംസ് അവിടെ വരുന്നുണ്ട്. അത് ബേസിക്കലി ഒരു ഗെയിം പോലെയൊക്കെ ചിലപ്പോൾ 2 നമ്പേഴ്സിന് സമ്മും തരും ഡിഫറൻസും തരും. പെട്ടെന്ന് ആൻസർ പറയുന്ന രീതിയിൽ ഒരു ഗെയിമായിട്ട് അതിനെ മാറ്റാം. പിന്നെയുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് 2 ടൈംസ് എ നമ്പർ. അപ്പോൾ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ എക്സ്,
2 times number plus 3 times number gives 5 times number. ഓക്കെ, അത് ബേസിക് റൂളാണ്. 2x plus 3x equal to 5x. അതായത് 2 മിഠായി പ്ലസ് 3 മിഠായി ഈക്വൽ ടു 5 മിഠായി. എക്സിൻ്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സിനെ വെച്ച് മിഠായി വായിക്കണമെങ്കിൽ വായിക്കാം, ചക്ക വായിക്കണമെങ്കിൽ വായിക്കാം, പേന വായിക്കണമെങ്കിൽ വായിക്കാം. എക്സിന് ശരിക്കും ഈ ഓൾജിബ്രയിൽ നമ്മൾ ഇടുന്ന നമ്പേഴ്സിന് കൃത്യമായിട്ട് വാല്യൂ ഇല്ല. നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ കലണ്ടർ മാജിക് ആണ്. അപ്പോൾ ഞാനൊരു കലണ്ടറിൽ 4 നമ്പേഴ്സ് എടുത്തു, 5, 6, 12, 13. അപ്പോൾ ഇതിൻ്റെ സം എത്ര വരും? 5 + 12 + 6 + 13 എത്ര വരും? 17 + 90. ഓക്കെ, ബേസിക്കലി 36 വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സ് അങ്ങനെയൊക്കെ ഇട്ടു. അപ്പോൾ എക്സ് +1, x + 7, x + 8. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സം എന്ന് പറയുമ്പോൾ 4x + 16 ആണ് അല്ലേ? 4x + 16. ഈ 4x + 16 ആണ് 36. ഓക്കെ, അപ്പോൾ 4x എന്ന് പറയുമ്പോൾ 36 ഈ +16 ഇങ്ങോട്ട് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും, -16 ആകും. അപ്പോൾ 20 കിട്ടും. അപ്പോൾ x = 20/4 5 കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടിയത് കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ 4 എണ്ണം തന്നിട്ട് അതിൻ്റെ സമ്മ് കാണാനാണ് പറയുന്നതെങ്കിൽ, ഓക്കെ, ആ 4 എണ്ണത്തിൻ്റെ സമ്മ് കാണാനാണെങ്കിൽ 4x + 16 ഇട്ട് ചെയ്താൽ മതി. x = 4x + 16. അപ്പോൾ എക്സിൻ്റെ അവിടെ ആ ഫസ്റ്റത്തെ നമ്പർ, മുകളിലത്തെ നമ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4 × 5 20 + 16 36 എന്ന് കിട്ടും. ഓക്കെ, അതൊരു റൂളാണ്. പിന്നെ വേറൊരു റൂൾ എന്ന് പറയുന്നത്, ഈ 4 എണ്ണം എടുത്തു, അതിനെ ഡയഗണലി കൂട്ടിയാൽ സം സെയിം ആയിരിക്കും. ഓക്കെ, 13 + 5 ചെയ്യുമ്പോഴും 18 കിട്ടും, 12 + 6 ചെയ്യുമ്പോഴും 18 കിട്ടും. അത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും ഓൾജിബ്ര വെച്ചിട്ട്. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴും 2x + 8, ഇങ്ങനെ കൂട്ടുമ്പോഴും 2x + 8. അതും ഒരു റൂളാണ്. അതൊക്കെ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾജിബ്ര വെച്ച് പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇവിടെ വരുമ്പോഴും സമ്മ് കാണാൻ നമ്മൾ പഠിച്ചു. പിന്നെ അത് ഡയഗണലി നമ്മൾ കൂട്ടുന്ന സമയത്ത് സമ്മ് സെയിം ആയിരിക്കാനും നമ്മൾ ഒരു റൂള് പഠിച്ചു. ഇനി 9 എണ്ണം വന്നാൽ അതിൻ്റെ സമ്മ് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇവിടെ 9 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കൂട്ടാം. 1 + 2 + 3 6, 8 + 9 + 10 27, 15 + 16 + 17 ചെയ്ത് നോക്കേണ്ടി വരും. 48 വരും. അപ്പോൾ ഇത് 3ഉം കൂടി നമ്മളൊന്ന് കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 81 എന്ന് കിട്ടും. ഈ 81ഉം 9ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 9 × 9 ആണ് 81. അതായത് ഇവിടെ സം എന്ന് പറയുമ്പോഴേക്കും മിഡിൽ നമ്പർ × 9 ആയിരിക്കും. ഓക്കെ, മിഡിൽ നമ്പർ × 9, അല്ലെങ്കിൽ മിഡിൽ നമ്പർ × n എന്ന് കൊടുക്കാം, നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ ഇത് മതി, 9 മതി. അപ്പോൾ സം = 9 ടൈംസ് മിഡിൽ നമ്പർ. ഓക്കെ, അതാണ് 9 എണ്ണം വരുമ്പോൾ സമ്മ് കാണാൻ ചോദിച്ചാൽ സിമ്പിളി സമ്മ് കാണാൻ 9 × മിഡിൽ നമ്പർ എത്രയാണോ അത് ചെയ്യുക. ഓക്കെ, അതൊരു റൂളാണ്. അത് മിക്കവർക്കും നല്ല രസകരമായിട്ടുള്ള റൂളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കലണ്ടറിൽ ആരെങ്കിലും ഫ്രണ്ട്സ് വന്നിട്ട് ഇതിൻ്റെ സമ്മ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമെങ്കിൽ ഇത് പറയാം. 9 × ആ മിഡിൽ നമ്പർ തന്നു കഴിഞ്ഞാൽ സമ്മ് കാണാൻ വളരെ സിമ്പിളാണ്. നേരത്തെ നമ്മൾ അഡീഷൻ റൂളും സബ്ട്രാക്ഷൻ റൂളും പഠിച്ചു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ നോക്കാം. 10 × 5 × 2 എത്ര വരും? 50 × 2 100 വരും. ഇവിടെ എനിക്ക് ഏത് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഏത് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് റിസൾട്ട് സെയിം ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് x × y × z = ആദ്യത്തെ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ കൊണ്ട് നല്ലത് x × y × z. പിന്നെ ആദ്യത്തതിന് പിന്നെ 2 എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം റിസൾട്ടാണ് കിട്ടുക. ആ ഒരു കാര്യമാണ്. അപ്പം ബേസിക് ഓൾജിബ്രയാണ് 7th ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചാപ്റ്റർ മിക്ക ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഇനി 3rd വോളിയത്തിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അതും ഈ പറയുന്ന പോലെ ഓൾജിബ്രയുടെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ആ ചാപ്റ്ററിൽ മെയിൻലി പറയുന്നത് ബിൽഡിംഗ് അപ്പ് പിരമിഡ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഒരു പിരമിഡ് പോലെ നമ്മൾ നമ്പേഴ്സ് എഴുതും, എന്നിട്ട് അടിയിലത്തെ നമ്പറും മുകളിലത്തെ ടോപ്പ് മോസ്റ്റ് നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ഓൾജിബ്ര വെച്ചിട്ടൊന്ന് എഴുതുന്നു.
ആ ഒരൊറ്റ കാര്യം മാത്രമേ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. അതാണ് മിക്കവാറും ഒരു കാര്യങ്ങൾ വരുന്നത്. അതായത് ഓൾജിബ്ര വെച്ച് പ്രൂവ് ചെയ്യുക. അതിൽ മെയിൻലി എക്സാമിന് ചോദിക്കുന്നതും നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ളതും ഈ ടോപ്പിക്കാണ്. അപ്പം നമുക്കത് നോക്കാം. ഇപ്പോൾ ഒരു പിരമിഡ് 1 2 3 4 വരുന്നൊരു പിരമിഡ്. അപ്പോൾ 1ഉം 2ഉം കൂട്ടി 3, 2ഉം 3ഉം കൂട്ടി 5, 3ഉം 5ഉം കൂട്ടി 7, 3 + 7 10, 10 + 5 15. ഇങ്ങനത്തെ ഒരു പിരമിഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള നമ്പറും മുകളിലുള്ള നമ്പറും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഉണ്ടല്ലേ, 5 × 3 ആണ് 15. ഓക്കെ, അത് ഓൾജിബ്ര വെച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇവിടുത്തെ നമ്പർ x +1, x +2, x +3. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 2x-ഉം ഒരു 1-ഉം. ഇവിടെ രണ്ടും കൂടി കൂട്ടുമ്പോൾ 2x-ഉം 3-ഉം. ഇവിടുത്തെ രണ്ടെണ്ണം കൂടി കൂട്ടുമ്പോൾ 2x-ഉം 5-ഉം. ഓക്കെ, ഇത് കൂട്ടുമ്പോൾ 4x-ഉം 4-ഉം. ഇത് കൂട്ടുമ്പോൾ 4x-ഉം 8-ഉം. ഓക്കെ, ഇത് കൂട്ടുവാണ്. അപ്പം 8x-ഉം 12-ഉം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഒരു റിലേഷൻ വന്നിട്ട്. ഓക്കെ, അപ്പം അടിയിലത്തെ നമ്പർ ഏതാണ്? 2x + 3. അതും 8x + 12ഉം തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? നമുക്ക് ചെയ്ത് നോക്കാം. × 4 ആണ് 8x + 12. ഓക്കെ, അങ്ങനെ വന്നിട്ട് അപ്പോൾ 8x + 12 എന്ന് കിട്ടി. അപ്പോൾ അടിയിലത്തെ നമ്പറും മുകളിലത്തെ നമ്പറും തമ്മിൽ ഒരു റിലേഷൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നു. ഇവിടെ 2 + 3 ചെയ്തിട്ട് എത്ര കിട്ടി? 5 കിട്ടി. 5 × 3 ആയിരുന്നു. ഇവിടെ എന്താണ് അടിയിലത്തെ നമ്പർ? 2x + 3. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടിയാണ് മുകളിലത്തെ നമ്പർ. അപ്പോൾ ഏതൊരു നമ്പർ പിരമിഡ് എടുത്താലും അടിയിലത്തെ നമ്പറിൻ്റെ മിഡിൽ വരുന്ന നമ്പറും മുകളിലത്തെ നമ്പറും തമ്മിൽ എപ്പോഴും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു പിരമിഡ് കോൺസെപ്റ്റിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് ശേഷമുള്ളൊരു ചാപ്റ്റർ അതിൽ ബേസിക്കലി കൂടുതലും അതിലൊരു 90% ഇങ്ങനെ സ്ക്വയേഴ്സ് ചേർത്ത് വെട്ടി. ഇപ്പോൾ ഇതാണ് ഒരു സ്ക്വയർ എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ക്വയറിന് അതിൻ്റെ പകുതി ഏരിയ ആയിരിക്കും. പിന്നെ ആ സ്ക്വയർ ടിൽറ്റ് ചെയ്ത് വരുമ്പോൾ ഏരിയയിൽ വരുന്ന ചേഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ 90% വരുന്നത്. അത് എക്സാമിന് ചോദിക്കുകയില്ല, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ്. പക്ഷെ എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് ഡെയിലി ലൈഫിലേക്ക് ആവശ്യമുള്ളതും പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. പൈതഗോറസ് തിയറത്തിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അപ്പോൾ അതൊക്കെയാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ വീഡിയോയും പൈ ചാർട്ടിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റിലെ 3rd വോളിയം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.